മീശ 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 എന്നെല്ലാരും സ്പാം ചെയ്യുന്നത് മോനെ. ഇല്ല ഇത് കൊറേ ആൾക്കാർ മീശ ഇത് പോളിടാം. അല്ലല്ല മീശ എടുക്കാം. കാരണം അത്രയും ആൾക്കാർ പറയുന്നുണ്ട്. അത്രയും ആൾക്കാർ ഓക്കെ. മീശ എടുക്കുന്ന കാര്യം റാമോനെ മീശ എടുക്കുന്ന കാര്യം പോളിടാം. ഓക്കെ പോളിടല്ലേ എങ്കിൽ ഇവന്റെ മുടി മൊത്തം ഞാൻ പോടാ നിന്റെ മീശ പഠിക്കോടാ. എന്ത് വിചാരിച്ച എന്റെ മുടി വെട്ടുമ്പോ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യല്. നോക്കട്ട് പറയടാ. 80% 75% എനക്കറിയില്ല. ചാറ്റ് പറയുന്നത് എനക്കറിയില്ല. എനക്കറിയില്ല. ഇന്ന് പോയി ശരിയാക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. റൂൾസ് എല്ലാവർക്കും ഒരുപോലെ. റൂൾസ് എല്ലാവർക്കും ഒരുപോലെ. റൂൾസ് എല്ലാവർക്കും ഒരുപോലെ. നിന്റെ മീശ പഠിക്കും. ട്രിമ്മർ 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 എന്ത് ഒരിതുമില്ല. വേണമെങ്കിൽ ഒന്ന് വിരിച്ചു വെച്ച് പഠിച്ചോ. ഇങ്ങനെയൊന്നും ഉണ്ടായതെന്ന് വേണമെങ്കിൽ ഒന്ന് മനസ്സിലായിക്കോ. കേട്ടാ പോടാ മാറി. ഇവനെ പോലത്തെ മീശ ആക്കുന്നില്ല. അത്രയും കുണ്ടനാക്കും, ജോക്കറാക്കുന്നില്ല. ചാർജില്ല. അതിലൊന്നും ചാർജില്ല. ചാർജില്ല. ട്രിമ്മർ എടുത്തിട്ടോ പെട്ടെന്ന്. എല്ലാരും അതാ പറയുന്നേ. ആൾക്കാർക്ക് ഓരോ സാധനം എന്ത് എന്ത് ഇതാ 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 അന്റെ മുടി വെട്ടാൻ നോക്കുന്നു. അന്റെ മുടി വെട്ടാൻ നോക്കുന്നു. നിന്റെ മുടി ഒന്ന് വെട്ടോടാ. ചാർജ് ഉണ്ടാവും. കൊടുക്ക്. അവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാവർക്കും ഓരോ ചിലപ്പോ നല്ല രസം ഉണ്ടാവും. ഞാൻ പണ്ട് മീശ ഇല്ലാതിരുന്ന സമയത്ത് എന്നെ കാണാൻ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ തുപ്പിയിട്ടുണ്ട്. എടാ ഇത് ഇങ്ങനെ ചെയ്തതിന് മുടി ഇതൊക്കെ 72% ആൾക്കാർ കട്ട് ചെയ്യാനോ എന്താ ചെയ്യണം. നിങ്ങൾ എല്ലാരും പറ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വായിന്ന് അറിയാതെ വെട്ടണം. അതാ ഞാൻ പറയും. പുറത്തുള്ള ഇവൻ പേര് പറഞ്ഞു മുട്ടയടിക്കുള്ളൂ. നിനക്കൊരു കളഞ്ഞില്ല. ഇവിടെ ഒരു ചെയ്തോ അത് ചെയ്തോ ഇല്ല 72%. അത് പോളാ നോക്കണ്ടത്. പോളിട അറിഞ്ഞൂടാ. അതുകൊണ്ട് പോളാന്ന് നോക്കണ്ടത്. താഴെ വരുന്ന ചാനലല്ല. അതാ ഞാൻ പറയുന്നത്. അങ്ങ് കട്ട് ചെയ്യാറാവോ? അത് പറയാനില്ല. അങ്ങ് കട്ട് ചെയ്യാം. നല്ല രസമായിരിക്കും. ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ പറ്റൂല. ചിലപ്പോ ഇവന്റെ ഒരു സൈഡ് ആവുന്നുള്ളൂ. അപ്പൊ ഇവന്റെ ഒരു സൈഡ് സൈഡല്ല നടുക്ക്. നിനക്ക് സംസാരമില്ല. നിന്നെ ചവിട്ട് ഞാൻ ചവിട്ടി വെളിയിൽ പോകും. എന്തിന് ചെക്കനെന്തിനു ഒരു മതയാനയാ. എന്തായാലും പഠിക്കണോ. ഒരു വിട്ടി ടൈം വേസ്റ്റ്. നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ടൈം വേസ്റ്റ്. നോക്കട്ട് വളരെ കുറവാ. കട്ടാന്ന് കൂടുതൽ. നിനക്കാണ് നല്ല രസം ഉണ്ടാവൂടാ. സെറ്റായിരിക്കും. പിടിക്കണം. ഇന്ന് പോയി മീശ
എടാ നിനക്ക് അങ്ങനെ സമ്മതില്ലാണ്ട് ഞാൻ പറ്റില്ല. എടാ നീ സമ്മതിക്കും, കാരണം അത്രയും ആൾക്കാർ പറയുന്നത്. എടാ പോള് എല്ലാവർക്കും വോട്ട് എല്ലാവർക്കും ഒരുപോലെ, വോട്ട് എല്ലാവർക്കും ഒരുപോലെ. സമ്മതിച്ചു ഓന്റെ മുഖത്തുണ്ട്, സമ്മതിച്ച്. നീ കൊറിയനാവും, കൊറിയനായിട്ടെങ്കിലും പറയാനൊക്കെ ഇതാക്ക് പൊക്കി പിടിക്കും, ഇതൊന്നും പൊക്കി പിടിച്ചാ മൂക്ക് മുറിയല്ല, ഇത് പൊക്കി പിടി. നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ പഠിച്ചോ. എന്താ രസം. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണായകേ. ഓ ചൈനീസ് മുഖൻ. ശരിയായ കൊറിയനായി. നോക്കട്ടെ കൈമാറ്റി കാണിച്ചു കൊടുക്കടാ, കാണിച്ചു കൊടുക്കേ. നീ കൊറിയനാ നോക്കിട്ട് എടുത്ത പറയനായിട്ട് വന്നിട്ടുണ്ട്. പാവട കഷ്ടമുണ്ട് കേട്ടോ, പാവുണ്ട്. ചാറ്റ് വർട്ടാം ഇതെന്തോ ഷിങ്ഷാങ് പേരിലുണ്ട പോലെ തോന്നിയ കാണിപ്പല്ലേ. ഷിങ്ഷാങ് ഷൂ അതാണ് ഇത് നല്ല ഇതൊരു സിഗ്നേച്ചർ ആവും നിന്റെ. സിഗ്നേച്ചറാ. ഇപ്പൊ ഉണ്ണിയപ്പം വെള്ളത്തിൽ വീണതുപോലെ ആയി. താടിമാരുടെ ഗെയിം കളിച്ച് അത് താടി പോയി. തെറി ആരാ ഉണ്ണിയപ്പം വെള്ളത്തിൽ വീണതുപോലെ ആയി. ഈ മീശ ഇങ്ങനെ വെച്ച് നടന്നാലും കുഴപ്പമില്ല. ഇന്ന് ഇവൻ തെറി ഇവന് ഞാൻ പൊട്ടടിക്കും ഉറപ്പ്. മീശ പോയ ഇനിയും പടനോട് പറയടാ. നീ റെഡി ആയിട്ടിരുന്നോ? ഷമീറിന്റെ പണിഷ്മെന്റ് എന്താ? ചാറ്റാണോ? ഞാൻ ഒന്നും വിളിച്ചില്ല. ഞാൻ ഇങ്ങനെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു. ഉണ്ണിയപ്പോന്നാ നീ നെയ്യപ്പോന്നാ പിടി. പക്ഷെ നീ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ മോനെ ഞാൻ വിളിച്ചില്ല. അത്രയും ഉറപ്പാണ്. എവിടെ സമയം പറയാ. ഞാൻ അത് വായിക്കൂലേ. എനിക്കിനി പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല, പറയുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് കൊറിയനാവും നോക്കിട്ട് പറയനായി. പണിഷ്മെന്റ് എന്നാ എന്നെ അങ്ങ് കൊന്നേ. എടുത്ത് തലക്കടിച്ച് കൊന്നേ. അവസ്ഥ നോക്കിയടാ. കഷ്ടപ്പെട്ട് ഇന്ന് മുടിയെല്ലാം ലുക്കാക്കി സെറ്റാക്കി വന്നിരുന്നു. മൂഞ്ചി ഹെയർ കട്ടാ പറയുന്ന എല്ലാരും. ഹെയർ കട്ടില്ല. കുത്തിക്കൊന്ന ഞാൻ ജീവിക്കണ്ടെങ്കിൽ അർത്ഥമില്ല. നീ നിനക്ക് വേണ്ട പിന്നെ മൊട്ട 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 എനക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ ചാറ്റ് എന്നാ നീ പറ, നീ സംസാരിക്കേ. അടുത്തത് പറ, വേറെ ഓപ്ഷൻ പറ. എടാ ഹെയർ കട്ട് അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ പറ. നീ അങ്ങോട്ട് സംസാരിക്കും. വേറെ ഹെയർ കട്ട് ഒഴിച്ച് ബാക്കി എന്ത് വേണം. ഞാൻ നീയല്ലടാ പറയണത്. ഇതിനോടൊന്ന് സൗണ്ട് ഓർക്കാൻ പറഞ്ഞ. എനിക്ക് കുഴപ്പമില്ലടാ. അതാണ് പണ്ടായിരുന്നു. പിന്നെ പിന്നെ ഇപ്പൊ സ്പോട്ടിൽ കിട്ടും. കൊരങ്ങനോട് സൗണ്ട് ഓർക്കാൻ പറഞ്ഞ. കൊറേ സമയം മുട്ടയില്ല. നീ അത് ആഘോഷിച്ച് ബാക്കി ലോറി അങ്ങോട്ട് മാറിയേക്ക്. ഡബ്ല്യു സ്ട്രീം നട്ടാ ഏറ്റവും ലോ ആയിട്ട് തുടങ്ങിയ സ്ട്രീം ആയിരുന്നു. ഡബ്ല്യു സ്ട്രീമാന്ന് പറയുന്നത്.
ചാറ്റ് പറഞ്ഞാൽ ചെയ്യണം. ചാറ്റ് പറഞ്ഞാൽ ചെയ്തേ ഈ ചായത്തിൽ കാണുന്ന എത്ര ആളാ 32,000 ആക്കോണെ ഞാൻ കുഞ്ഞേരാം എന്നാലും മുട്ട അടിക്കാൻ പറയല്ല പ്ലീസ്. അത് പറയല്ല. എനിക്ക് ഇത് കഴിയും വരെ ഇതെന്റെ ഒരു നോമ്പാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്തോ അത് ഫുള്ള് കാണാം. എങ്ങനെ ഉണ്ടാവുന്ന കാണാനോ. പ്ലീസ് 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 നമുക്ക് ആഗ്രഹം കാണാം. ആഗ്രഹം മുടി കൊണ്ടടിക്കാൻ കട്ട് കട്ട് നോക്കട്ടെ. എൽ സ്ക്രിപ്റ്റോ ആടാ. മീശ സ്ക്രിപ്റ്റ് ഡബ്ല്യു സ്ട്രീം. ലെറ്റ്സ് ഗോ. എവിടെ ചവിട്ടിയിടും ഷെമീറ. അതൊന്നും നടക്കൂല. അതൊന്നും നടക്കൂല ഷെമീറ. അതൊന്നും നടക്കൂല. അതൊന്നും നടക്കൂല. കാര്യം പറയില്ല. ഡോറ് ചവിട്ടി പൊട്ടിച്ചിട്ടായാലും പുറത്തെടുത്തിരിക്കും. എവിടെ ഞാൻ ഇവരെന്താ പറയുന്ന മുടിയല്ലേ പിന്നെയും വരും. പാവം കഷ്ടപ്പെട്ട് ആറ്റുനോറ്റ് മീശ വിരിച്ച് സെറ്റാക്കി വെച്ചതാ. എന്താടാ ഒരു ഗുണ്ടയായാലും ഇവന് ഗുണ്ട പോട്ട ഗുണ്ട ഉണ്ണിയപ്പം പോലെ ഇപ്പൊ ഉണ്ണിയപ്പം പോലില്ലേ ശരത്തെ പകരം പൊട്ട ഷെമീർ. നീ കൊറിയനാടാ. കൊറിയൻ ഉണ്ണിയപ്പം. ശരത്തെ ഞാക്കിയ ഷെമീറ ഇതൊന്ന് കാണു. ഷെമീറ ഒരു സെക്കൻഡ് ഒന്ന് ഇങ്ങോട്ടോ. ഷെമീറ അല്ല നിന്റെ മുടി മുറിക്കൂല. നീങ്ങുവാ പറയട്ടെ. ഇല്ല ഷെമീറ മുറിക്കൂല. മുറിക്കൂല ഷെമീറേ. ഓ ഇറങ്ങുന്നില്ല അതിനുള്ളത്. ഷെമീറ ഇതൊന്ന് കാട്. ഇവിടെ ഒരു വേറൊരു കോമഡി. ഇല്ല പിടിച്ചു വെക്കൂല. എടാ ഇല്ല മുടി മുറിക്കുന്നില്ല. ഇത് എല്ലാരും പറഞ്ഞു നോ പ്ലീസ് ഡോണ്ട് കട്ട് ഷെമീർ ആയിരുന്നല്ല പറയുന്നത്. വാ അങ്ങനെ പറഞ്ഞു വാ. ഇല്ല ഇങ്ങോട്ട് വാ. ഇനി നിങ്ങൾ ഡബ്ല്യു റോംബ പറഞ്ഞാലൊന്നും എന്റെ ഇത് പോകില്ല. വാ ഷെമീറ. എടാ ഇതിനൊന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നേ. എല്ലാണ്ടും അവന് വരൂല. ഇനി വരൂല അവന്. പിടിച്ചു വലിച്ചു ആ ബാത്റൂമിന്റെ ഡോറ് ചവിട്ടി പൊട്ടിച്ചിട്ട് ആ ഡോറങ്ങ് ചവിട്ടി പൊട്ടി പിടിച്ചു കൊണ്ടോ. ഷെമീർ മൊട്ട ഷെമീർ മൊട്ട എല്ലാരും ഷെമീർ മൊട്ട പറയുന്നു. എടാ അങ്ങ് ചവിട്ടി പൊട്ടിച്ചോ. ഷെമീർ ഒരു 10 വരെ എണ്ണും അതിനൊന്ന് തുറന്നില്ലെങ്കിൽ പൊട്ടിക്കോ. ചവിട്ടി പൊട്ടിക്കോ. ക്യാമറ അങ്ങോട്ടേക്ക് ഇരിക്കട്ടെ. ക്യാമറ അങ്ങോട്ടേക്ക് ഇരിക്കട്ടെ. ഒറ്റ സെക്കൻഡ് ഒരു മിനിറ്റ്. നിനക്ക് അങ്ങനെ ഒന്നല്ല എഡിറ്ററിന് ക്യാമറ ഇരിക്കാൻ പോലും അറിയില്ല. ആ ഷെമീറ 10 വരെ എണ്ണും. ലീക്കായ ഓക്കെ 1 2 ഷെമീറ പൊട്ടിക്കുക. ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ടുള്ള ശരിക്കും പൊട്ടിക്കും. റാമ്പ് പൊട്ടിക്കാൻ പോവാ. 7 8 9 10 നിക്കേ. പൊട്ടിച്ചാ പൊട്ടിച്ച് പിടിച്ചു കൊണ്ടുവന്നോ. ഇതെന്താക്കല്ലേ. കൊണ്ടോ ഇല്ലടാ നിന്റെ ഇതൊന്നും നടക്കൂലടാ. നിന്റെ ഒന്നും നടക്കൂല. ഓ നൈസായിട്ട് കണ്ണിറുക്കി കാണിക്കുന്നത് വേണ്ടാന്ന്. ഒരു പരിപാടി നടക്കൂല. പിടിച്ചു വെച്ചോ. ലീക്കായോ? ഇല്ല സീനില്ല. ഞാൻ കണ്ടില്ല. വലിയ ലീക്കല്ല. അതിന്റെ ഇടയ്ക്ക് എന്നെ നോക്കിട്ട് കാണിക്കാം. നൈസായിട്ട് ഇവന്റെ മീശ പോയ സ്ഥിതിക്ക് ഷെമീർ എന്തായാലും ഇവന്റെ മുഖം വിചാരിച്ചാ മതി. നീ എത്ര സുന്ദരനായിരുന്നു മുടിയുള്ള. നീ പറയണേനൊക്കെ നീ കരയും മോനെ ഷെമീറേ. നീ പറഞ്ഞോ ഇപ്പൊ ഇത് തീരും. ഇപ്പം തീരും. മൂലം ഷേവ് ചെയ്ത അതാരും വന്നിട്ടാ
വേണ്ട ഒരു വെടി നടക്കൂല ദൈവം കൂടെ നൈസായിട്ട് വാതിൽ പൊട്ടിട്ടാ അതില് കട്ടിലെ പോയി മീശ പോയ സ്ഥിതിക്ക് മുട്ട ആയിരിക്കും ഓക്കെ നമുക്കൊരു വാതിൽ ഷമീർ അമ്മോ ഇവരെ മുടി കുറിക്കാനല്ലേ മൊട്ട. എടാ താല് നോ കൊടുക്ക്, ഇവിടെ നോ കൊടുക്ക്. അതെന്നെ ചെയ്യാൻ അല്ല അല്ല അങ്ങനെ അടനോ അല്ല അറിയാൻ ചില ആൾക്കാർക്ക് അങ്ങനെ തെറ്റ് പറ്റുന്നുണ്ട്. ചില ആൾക്കാർക്ക് തെറ്റ് എല്ലാവർക്കും ഒരുപോലെ. ഷമീർ മൊട്ട ക്വസ്റ്റ്യൻ മാർക്ക്. ഒന്നും വേണ്ടെന്ന് പറ. സാവധാനം കാണിക്കും, ആരും വേണ്ട. എല്ലാരും വോട്ട് സഹായിക്കും. എല്ലായിടത്തും കൊടുക്കും നോക്കിയാ അതെനിക്ക് കിട്ടി, എന്നൊരു പണിഷ്മെന്റ് ഇല്ല പ്ലീസ്. അങ്ങനത്തെ റൂളെല്ലാം നമ്മള് മാറ്റി. അതെ. ഇതിനു വേണ്ടതെല്ലാം മാറ്റി, ആ റൂള് മാറ്റി. അത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് നീ ഇപ്പൊ ഈ ചാറ്റ് വരുമ്പോ ഇങ്ങനെ ആകുന്നാടാ മാറി. ഒന്ന് പ്ലീസ്, നീ എന്തൊക്കെ ചെയ്ത് മായ്ച്ചു കളയാൻ ചെയ്യും. അവർ വരുന്നതിന് മുമ്പ്, ആ തടിയൻ ബീപ്പക്കുറ്റി വരുന്നതിന് മുമ്പ് ഇത് എന്തൊക്കെ ഒന്ന് ചെയ്ത് മാറ്റിത്താ പ്ലീസ്. ആ കരടി വന്നാൽ ഒന്നും കൂടി 1% കൂടി മോനെ, അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ട കാണാൻ 1% ആരില്ലാന്നൊക്കെ അറിയില്ല. അഖിലേ, അമലേ, സുരേഷ്. 1% കൂടി വോട്ട് ചെയ്താ ഷമീറിന്റെ മൊട്ട അടിക്കും. 1% എനിക്ക് ആരെല്ലാം ഉള്ളതെന്ന് അറിയില്ല. മുട്ട വേണ്ട, മുട്ട വേണ്ട. ഇതാ ശശി 50 dirhams bro. മുട്ട വേണ്ട. അതേടാ പൊന്നു കുട്ടു. ഫിനിഷർ ഗെയിമിൽ 40 മുട്ട അടിക്കടാ ബ്രോ, ഒരു ഭംഗി കാണില്ല. അടിക്കണ്ട അടിക്കണ്ട അടിക്കണം മോനെ. 1% ഒന്ന് ബായി വിട്ട് ഞാൻ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. എനിക്ക് സത്യം പറഞ്ഞ കൺഫ്യൂഷൻ എന്ത് ചെയ്യണ്ട എനിക്ക്. ഈ 1% ആൾക്കാരെ ഞാൻ കൺവിൻസ് ചെയ്യട്ടെ. ഈ 1% ആൾക്കാരെ ഞാൻ കൺവിൻസ് ചെയ്യട്ടെ. ഇതിൽ ആരുടെ ഉള്ളതെന്നൊക്കെ അറിയില്ല. അഖിലേ, അമലേ, സുരേഷ്, സിനാന, ശുക്കൂറ് എല്ലാരും പ്ലീസ്. സുമതേച്ചി, സൂര്യേച്ചി എല്ലാരും കൂടി ഇത് യെസ് വെക്കരുത്, നോ പോയിട്ട് നിക്ക്. എന്നിട്ട് ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതാ പ്ലീസ്. ഒന്ന് കരകയറ്റി മൊട്ട വേണ്ട ബ്രോ. ഒന്ന് എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ സാമാനം അങ്ങ് മുറിച്ചു കളയാം. വേറെന്താ ചെയ്യണ്ടേ? എന്തെല്ലാം ഡാർക്കായി പറയൂ. പുറത്തിറങ്ങാൻ നോക്കിയാൽ പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിൽ ഈ വീഡിയോ ഔട്ട് ആകുമ്പോഴത്തേക്ക് അത് കേസാവും. ആണോ? പിരികം മുറിച്ചാലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇവനാണെന്ന് അറിയാനും അങ്ങനെയാണ് ഒരു പിരികം മുറിക്കുക. മോനെ ഓക്കെ ചാറ്റ് ഒരു പിരികം അങ്ങനെയുണ്ട്. ഒരു പിരികം ചേട്ടാ അതിലെന്താ അഭിപ്രായം? ഒരു പിരികം അടിപൊളിയായിരിക്കും. സുനിതേച്ചിനെയും ഈ ശാന്തേച്ചിനെയും ഞാൻ പറഞ്ഞ മനസ്സിലായിക്കോട്ടെ. അഖിലേ, അമലേ, ശുക്കൂറ്, പിന്നെ ഇവർക്ക് മാത്രം ഇത്ര കുറച്ച് പ്രിവിലേജ് ഒന്നുമില്ല. അങ്ങനെ തന്നെ ഒരികം അങ്ങനെ തന്നെ. ആരാ ഇതിന് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നത്? നീ MRC ഇല്ല, നീ ആടെ ഇരിക്കും. നിന്റെ MRC കാണാൻ പറ്റും. അല്ലല്ല ഇത് മറ്റേ കളിപ്പാട്ട പോലെ ചെയ്യ പോലെ ഒച്ചാക്കുന്ന വന്നിട്ട് ഇടക്കിടക്ക് പിരികം ചെയ്വ് ചാറ്റ് യെസ് പറഞ്ഞോ. പുരികം ചെയ്വ് മുത്ത സെറ്റ് എന്താ ആവേശം. ഞാൻ ഒരു കാര്യം പറയട്ടാ, പിന്നെ അടുത്തതിൽ എന്താ എന്റെ ചെയ്യുക? സാമാന്യം ഞാൻ നോക്കിക്കോളാം. അടുത്തതിൽ എന്താ സാമാന്യം മുറിച്ചളയല്ല. ആവേശം തന്നെ നമുക്ക് ഇവിടെ പുരികം ചെയ്വ് നോ. സന്തോഷിക്കുന്നേ ഇതല്ലെങ്കിൽ മുട്ട വേണ്ട. ഏതെങ്കിലും മുട്ട വേണ്ട ആൾക്കാർ പറഞ്ഞു. രണ്ടും പറഞ്ഞ പിന്നെ എങ്ങനെ നടക്കുക? മുട്ട വേണ്ട ആൾക്കാർ പറഞ്ഞു. കേസ് ഞാൻ നോക്കിക്കോളാം. കേസ് ബ്രോ സൗണ്ട് കുറച്ച് കുറക്കുമ്പോ ഭയങ്കര അനോയിങ് ആണ്. പ്ലീസ് നാ ഈ പിരികത്തിലൊന്നും നീ ഇങ്ങനെ ഇതാവില്ല, കേസ് എടുക്കല്ല. ഫോണില് സൗണ്ട് കുറച്ചാ പോരെ, അല്ലെങ്കിൽ നിന്റെ സിസ്റ്റത്തിൽ സൗണ്ട് കുറച്ചാ പോരെ മോനെ. നീ ഇവിടെ വെച്ച് സൗണ്ട് കുറക്കാൻ എന്നോട് പറയുന്നത്. നിങ്ങൾക്കുള്ള എല്ലാം മാന്യമായ കേസുകളാണ്. വളി കേസ്, കമ്പി കേസ് അല്ല. ഇവനെ മുട്ട അടിക്കാം. പിരിക കേസ് കൂടി വേണ്ട പ്ലീസ്. ഇതൊന്ന് മാറ്റി, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പൊന്നു മക്കളെ, 2 ഓപ്ഷൻ ഉണ്ട്. മുട്ട അടിക്കാതെ പിരികം സേവ് ചെയ്യാം. ഞാൻ ഇന്ന് ഒരു പിരികം സേവ് ചെയ്ത കേസൊന്നുമില്ല. ഈ കരടിയാവട്ടെ കണ്ണ് വെച്ച്, അതാണ് ഇങ്ങനെ നീ കണ്ണ് വെച്ച്. എങ്ങനെ അതാണ് എന്നാ ഞാൻ കയറും, നീ കിടക്കും.
അത്രേ ഉള്ളൂ. എന്തിറക്കാന് അല്ല കേസ് വന്ന ഓൻ കയറും ഞാൻ ഇറങ്ങും. അങ്ങനെ തന്നെ സാധാരണ അങ്ങനെ എടാ ഇത് പിരികാന്ന് കേസ്. അത് പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഒന്നാമത് കൊറേ കേസ് ഉണ്ടല്ലോ. കുഴപ്പമില്ല, ജയിലിൽ കയറാൻ ആളുണ്ട്. നീ പേടിക്കണ്ട, നീ എന്നെ ആലോചിച്ചിട്ട് കൊറേ വിഷമിക്കണ്ട കേട്ടോ എന്റെ പൊന്നു. എന്തിനാന്നടാ കുട്ടു കുട്ടോ ഏത് കുട്ടോ? കുട്ടമ്പിള്ള കിക്ക് റാമ്പോ കാര്യം ഇവനാന്ന് ബെല്ലൊരടങ്ങാറ്. ആരാ ഷമീറിന്റെ ആരാ ഇത് മെസ്സേജ് ഇട്ടത്? ആരാ? Don't repeat the same punishment. അല്ല സെയിം അല്ല, പിരിക്കുന്ന സെയിം അല്ലല്ലോ. പിരിക്കുന്ന ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഇതിൽ വേറൊരു സംഭവം ഉണ്ട്. ഹെയറും പിരികും രണ്ടും ഹെയറും രണ്ടും ഹെയറും ആലോചിച്ച് നോക്ക്. രണ്ടും ഹെയറും താടി മീശി പഠിച്ചില്ലേ? അതിന് ഹെയർ കളറോ? ഹെയർ കളറോ? ഹെയർ കളറോ? കൊറേ ആള് ഹെയർ കളർ എന്ന് പറയുന്നുണ്ട്. ഹെയർ കളർ എങ്ങനെയാണ് പണിഷ്മെന്റ് ആവുന്നത്? അല്ലെങ്കിൽ പിസ്ത പച്ചയോ പിങ്കോ അടിപ്പിക്കണം. പിങ്കോ പച്ചയോ ഒരു മുടിയാക്കണം. ഷൂലും കുത്തിട്ട് എന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടെ. പൂരത്തിന് ഇവിടെ അമ്പലത്തിൽ എന്നെ പൂരത്തിന് ഇറക്കി വിട്ടെ. എന്റെ ഇങ്ങനെ കളിക്കാം പോയിട്ട് ഞാൻ ഡാൻസ് കളിക്കാം. എന്നിട്ട് പൈസ കൊണ്ട് തരാം. കളറാക്കിയാലോ തമ്മിലാ? കളറല്ല, പച്ചയോ മറ്റേ പിങ്കാന്റെ കളർ അടിപ്പിച്ചാലോ? കളറൊന്നും ഇപ്പൊ നടക്കൂല. നീ അത് ഇതിപ്പോ ചെയ്യണം. ഇപ്പൊ ഇല്ലേ കളർ മതി. കളർ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കും. ഒന്ന കളർ വേണ്ട, വേറെ എന്തെങ്കിലും പിടിക്കാം. ഞാൻ ഇത് ഭയങ്കര പ്രിവിലേജ് ആട്ടോ. എന്ത് പ്രിവിലേജ്? മുട്ട അടിക്കാം. മുട്ടയില്ല പ്ലീസ്. ചാറ്റ് പറയുന്നത് എത്ര? ആകെ 58% പറയുന്നുള്ളൂ. ഭൂരിഭാഗം അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. ആകെ 58% പറയുന്നുള്ളൂ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ വിടൂല. എടാ വിടടാ. തുടങ്ങിക്കോ പ്ലീസ് എടാ വേറെ വഴിയില്ല. എന്ത് വേണം ചെയ്തു? വേറെ വഴിയില്ല. ഒന്നുകൂടി അവരോട് ചോദിക്കട്ടെ. എന്തോ പറയാണ്ടോ? സൗണ്ട് പ്ലീസ് ഗൈസ്. വേറെ ഓനക്ക് വല്ലടാ ഇമോഷൻ. ഓൻ മീശ പഠിച്ചോന്നറിയില്ല. ഓൻ സമ്മതിച്ചില്ലേ? കേസാകുന്ന സാധനം പിരികോ. അത് പഠിച്ചോ. മുട്ട മാത്രം ചെയ്യല്ല പ്ലീസ്. അത് എടാ അത് ചെയ്യല്ല. എന്നെ കാണാൻ അണ്ണാക്കൊട്ടനെ പോലെ ഉണ്ടാവും. പ്ലീസ് അറിയാതെ ചാറ്റ് എന്താ പറയുന്നത്? ചാറ്റ് പറയുന്ന കാണുന്നില്ലേ? പിന്നെന്തിനാ നോനോ എല്ല് കൊറേ വരുന്നുണ്ടാ? നോനോ 60. അങ്ങനെ നിങ്ങൾക്ക് നോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആ വോട്ടൊന്ന് കുറക്കും. ഇത് 60% ആൾക്കാർ മൊട്ടാന്ന് പറയുന്നത്. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ പറയട്ടെ, മര്യാദക്ക് വന്നിട്ടില്ലെങ്കിൽ നിന്റെ കണ്ണെല്ലാം പോവും. മര്യാദക്ക് പിടിച്ചിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് മര്യാദക്ക് പിടിച്ചതോ? മര്യാദക്ക് പിടിച്ചില്ല. കുറച്ച് ബാക്കോട്ടെ മുട്ട മാത്രം അടിക്കലടാ. മുട്ട അടിക്കലടാ പ്ലീസ്. നിക്കേ മുട്ട അടിക്കില്ല. വേറെ എന്തുവാണ് ചെയ്തോ പ്ലീസ്. ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുന്ന ഒരു തെറിയല്ല. ഇറ്റ്സ് അൺഫെയറോ? പറയുന്ന തെറിയല്ലേ? ഒരു മിനിറ്റ്, പറയുന്ന തെറിയല്ലേ? അപ്പൊ ഇങ്ങനെ നോക്കിയാ കൊറേ നേരം പലതിലും നോക്കേണ്ടി വരും നമ്മള്. ആവേശം നോക്കണ്ട. വേറെ ആരാണെങ്കിലും ഷമീർ എന്ന് സംഭവിച്ചാലും നിയാദോട് പറഞ്ഞാൽ നിയാദ് മനസ്സ് പോലും അലിയും. അത്രയും ഞാൻ മനസ്സിലായി. ഓക്കെ അങ്ങനെ ശരിയാണ്. ഇവന്റെ 12 കൊല്ലായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇവൻ കരയുമ്പോ എനിക്ക് മനസ്സിലാവും. ശരി തന്നെയാ. പക്ഷെ റൂൾസ് എല്ലാവർക്കും ഒരുപോലെ. ചെയ്യാണ്ട് കഴിഞ്ഞാല് പിന്നെ നാളെ മുതൽ ആരും ഒന്നും ചെയ്യൂല.
അതുപോലെ കൺഫ്യൂഷൻ എന്താ അറിയില്ല. എന്റെ മൈൻഡ് രണ്ടു ഭാഗത്ത് ഇങ്ങനെ അറിയില്ല. ഒന്ന് പറയുന്നേക്കണം വിട്ടേണ്ട. ഒന്ന് പറയുന്നേക്ക് ഞാൻ വായിച്ചെന്താ ഇൻസ്റ്റയിൽ കമന്റ് എല്ലാം മറ്റേ ഇതിന്റെ താഴെ റീലിന്റെ എല്ലാം താഴെ കമന്റ് വരുന്ന സാധനം കൊറിയൻ ആ നോക്കിട്ട് ഇതായി എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് വേറെ ആ ഒരു തെറിയായിട്ടാണ് ഞാൻ പറഞ്ഞാ. തെറിയായിട്ട് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞാ കൊറിയൻ ആ നോക്കി ഇതായി അങ്ങനെ പറഞ്ഞല്ല. അതിലെന്തിനാ ഇത്ര പണിഷ്മെന്റ് മുട്ടയിലടിക്കാനും മാത്രം 99% പറഞ്ഞ ആൾക്കാരൊക്കെ പൊട്ടന്മാരാ. അതാ പിരികം ചെയ്യാം. അവര് പറയുന്ന മുട്ട ജീവിക്കുന്നത് എന്റെ മീശ പോയപ്പോ ഞാൻ എനിക്ക് വളരാത്ത സാധനമാണ് എനിക്ക് വളർന്നത്. മനസ്സിലായോ? എടാ അത് മീശ, ഇത് മുടിയാടാ. മുടി എന്ന് പറഞ്ഞാ അങ്ങനെ ചെറിയ കാര്യമല്ലടാ. മുടി വളരാൻ 3 മാസം എടുക്കടാ. നിങ്ങൾ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിടിക്കടാ. എന്നാ പിന്നെ ഞാനും ചെയ്യൂലേ? ഞാൻ നിന്റെ മുടി ഇല്ല, നടക്കൂല. എല്ലാം കൂടി എന്നാ നാറികളെ ഒപ്പരം നിന്നിട്ട് ഇങ്ങനത്തെ പരിപാടി എന്നാടാ. പിരികെടുക്ക പോട്ടെ. അവൻ കരയുന്ന എടാ കുറച്ചേ പോയിട്ടുള്ളൂ ഷെമീറ. കുറച്ചേ പോയിട്ടുള്ളൂ. ഇരിക്കെ പോയി ഷെമീർ അടിക്കരുത്. കാരണം ഇതെല്ലാവരും ഒരേപോലെ. ഇല്ല നാളെ ഞാനൊന്നും ചെയ്യൂല. നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അടി അങ്ങനെയാണ്. എല്ലാം ഫുൾ അടിയാണോ? എന്റെ മീശ എടുക്കാൻ ഇവിടെ മാത്രം ചെറുങ്ങതായിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിലെല്ലാം നിർത്തണം. മൊത്തം മുട്ട അടിക്കണം. വേണ്ട ഞാൻ പറയല. പിരിക സേവിയ നീ ആടിരുന്ന പിരിക സേവിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മുടിയോ പോയ മുടി കുറച്ചേ പോയിട്ടുള്ളൂ. കുഴപ്പമില്ല. പിരിക സേവിയ എടാ ഫുള്ള് ഷേവ് ഇല്ല കുറച്ച് മുട്ട ഓൾറെഡി ചെയ്തില്ല. ഇതെന്താ എന്നോട് മാത്രം ഇങ്ങനെ? അപ്പൊ പിരിമള ഇതാക്കണ്ട. എന്നാ പിന്നെ മുട്ട അടിക്കട. പിരിക എടുത്തു കഴിഞ്ഞാൽ ഇത് വളരൂല. പിരികെടുത്തോ എന്താന്ന് വെച്ചാൽ ഞാൻ ഇത് പറയുന്നതിലൊന്നും നടത്തൂല. ചെയ്തോ എന്താ തോന്നുന്ന ചെയ്തോ. എന്താ നിങ്ങൾ എന്താ വെച്ചാ ചെയ്തല്ലേ. അൺഫെയർ. പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പഠിക്കണല്ലോ. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതാ എന്റെ മെയിൻ പ്രശ്നം. ഞാൻ ഇങ്ങനെ മൈൻഡ് ആയതുകൊണ്ടാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്. എന്റെ കാര്യത്തിൽ നീ ഇത് നല്ല രസമുണ്ട്. അങ്ങനെയല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാനും ഇതേ ആഗ്രഹത്തോടു കൂടി വളർന്നു. അല്ല അങ്ങനെ ഇവരങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ പാർഷ്വാലിറ്റി കാണിക്കണല്ലോ. നീ മാത്രം വെല്ലിയതാ. നീ എനിക്ക് മാത്രം ഓവറല്ലടാ. ചെയ്യൂ നീ അതേപോലെ വലിയ നീ എന്താ ദൈവമാണ് നമ്മളെ ചലഞ്ച് സ്പിരിറ്റിൽ മാത്രം എടുത്താൽ മതി. ഇതൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാം. അതല്ല നല്ലത്. ഒരു തീരുമാനം പറ. അല്ലാണ്ട് ഇത് നമ്മൾ ഇങ്ങനെ എല്ലാരും എൽ സ്ട്രീം എന്ന് പറയുന്നു. ചെയ്തോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. സ്ക്രിപ്റ്റ് എൽ സ്ട്രീം വേറെ ഇതിന്റെ തലേപോകുന്ന സ്ക്രിപ്റ്റ്. നല്ല ടീമന്നെ. നിങ്ങൾക്ക് നല്ല രസമായിരിക്കില്ല ഇതെല്ലാം. ഫേക്ക് ഫ്രണ്ട്സ് നിങ്ങൾ അടിയായത് അതാ. ഫേക്ക് ഫ്രണ്ട്സ് നോക്ക് വെച്ചോക്ക്. ആരാ ഫസ്റ്റ് റൈസ് ആയ ആരാ? അവൻ എന്റെ മീശ എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഇരുന്ന് കൊടുത്തില്ലേ? ഞാൻ എന്തെങ്കിലും അവന്റെ അടുത്ത് കാണിച്ചാ? ഞാൻ ഇതേപോലെ നിന്നെ പിടിച്ചു വെച്ച് ഞാൻ ചെയ്തില്ല. നീ കണ്ടോ കൂടുതൽ നീ പറയാ. ഞാൻ ഇതാക്കുന്നത് നിങ്ങൾ എന്താ അതിന് വെച്ച് താമസിപ്പിക്കണ്ട. നീയാന്ന് ഇവിടെ വലിപ്പിക്കുന്ന ആള്. ഞാൻ പറയുന്ന ഇതെവിടെ ട്രിമ്മർ എവിടെ?
ട്രിമ്മർ ഞാൻ മേളിൽ കൊണ്ട് വെച്ചു. തമാശ കളിക്കില്ല, തമാശ കളിക്കില്ല. കൊടുക്ക്. ഈടാ. എടാ, എടാ, എടാ. ഇല്ല, ഇത് ഇവിടെ കത്തില്ല. തമാശ കളിക്കില്ല. കൊടുക്ക്, കൊടുക്ക്. എടുത്തിട്ടോ കൊടുക്ക്. ചെയ്യില്ലേ, ഞാൻ എടാ, അല്ല, അല്ല. എടാ, ഇങ്ങ് താടാ. റാംബോ. കൊടുക്ക്. വേണ്ട, ഞാൻ പറഞ്ഞത് ഞാൻ എന്താ ചെയ്യണത്? ഇതെന്തേന്ന് ആൾക്കാർ അല്ലേ പറയുന്നത്? ഞാൻ എന്താ ചെയ്യണ്ടേ? 1% ഉള്ളൂ, ബാക്കി എല്ലാവരും 1% വ്യത്യാസമാണ്. 1% ഉള്ളൂ. ഒരു 60% മേളിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യാം. ഇത് 1% ഉള്ളൂ. 1% തീർച്ചയായിട്ടും ചെയ്യേണ്ടി. അല്ല, 1% ഉള്ളൂ. അത് നോക്കൂ, 1% ഉള്ളൂ. എപ്പോ വേണമെങ്കിലും അത് മാറാം. ഫുൾ ആൾക്കാർ വോട്ടും ചെയ്തിട്ടില്ല. ഇത്രയും സമയമായിട്ട് ഇത് അത് വേണ്ട, കാര്യം വിട്, ചെയ്യണ്ട. സോറിടാ. അത് വിട്, അത് വിട്, അത് വിട്. കുഴപ്പമൊന്നുമില്ല. മുത്തേ, ഇത് ആൾക്കാർ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന പറയുന്നത്. ഇത് ഞാൻ എന്തോ ചെയ്യുന്ന തുപ്പീസ ജീനിയസ്. എടാ മുത്തേ, ഇത് എന്റെ ഉമ്മ സത്യ ലൈവ് തുടങ്ങും. ഇതൊന്നും എന്റെ തലയിൽ പോലും ഇല്ല. ഇതൊന്നും നമ്മളാരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. വിട്, ആരെയും വിട്. എന്റെ ലൈവ് ആ എന്റെ അല്ലല്ല, കട്ട് ചെയ്തിട്ടുണ്ട്.